മേക്കിംഗ് കൊണ്ടും സ്റ്റൈൽ കൊണ്ടും ഒരുപാട് പുതുമ ഓഫർ ചെയ്തിരുന്നെങ്കിൽ കൂടി ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ കുത്തി നിറച്ച് ഓവർ ബ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓവർ സ്റ്റഫ് ചെയ്ത് കാഴ്ചക്കാരനെ അല്ലെങ്കിൽ വ്യൂവറിനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മൂവിയായിരുന്നു ടോവിനോ തോമസ് അഭിനയിച്ച ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ആ മൂവിയുടെ ഡയറക്ടറായ ഡൊമിനിക് അരുണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി ഇറങ്ങുമ്പോൾ ആ ഒരു സെയിം അല്ലെങ്കിൽ ഒരു സിമിലർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആളുടെ പുതിയ മൂവിക്ക് എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് വാസ് എ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ബിഗിനിങ്, അതും വെയ്ഫെയർ ഫിലിംസിൻ്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ബിഗിനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഫസ്റ്റ് മൂവി ആയിട്ട് ഇല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് സിനിമാറ്റിക് യൂണിവേഴ്സിന് പ്രത്യേകിച്ച് ജീവനില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും. സോ ഒരു മിനിമം ക്വാളിറ്റി ആ പടത്തിന് ഉണ്ടാവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ decided to give it a watch. So let's just review Loka Chapter 1 Chandra. ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓവർ സ്റ്റഫ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഈ പടത്തിൽ നോർമലായിട്ട് വരും. എന്നാൽ ഈ പടം മേജർലി ശ്രമിച്ചിട്ടുള്ളത് ആ ഒരു യൂണിവേഴ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനാണ്. ഇപ്പോൾ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് വരുമ്പോൾ ഫസ്റ്റ് പടത്തിന് ഒരുപാട് കടമകളുണ്ട്. അതായത് യൂണിവേഴ്സ് സെറ്റ് ചെയ്യണം, ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളിലേക്കുള്ള ത്രെഡുകൾ ഈ പടത്തിൽ ഇട്ട് വെക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു വിധത്തിൽ ഈ പടം വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മേക്കിംഗ് ആണെങ്കിലും ഇതൊരു മലയാള സിനിമയിലെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതുപോലത്തെ ഒരു മലയാള സിനിമ ഐ ഡോണ്ട് തിങ്ക് വി ഹാവ്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണെങ്കിലും മറ്റേ കുന്നംകുളം സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ല, അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ യൂണിവേഴ്സ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ചാപ്റ്റർ 2 ആണെങ്കിലും ചാപ്റ്റർ 2 ഏതാണെന്ന് സ്പെസിഫിക്കലി ഈ പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ചാത്തൻ കൈൻഡ് ഓഫ് പാർട്ട് 2 വരാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാർട്ട് 1 വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും ചാപ്റ്റർ 2 എന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിലുള്ള ഒരു ഇൻട്രോ വരെ ഈ പടത്തിൽ കൊടുക്കുന്നുണ്ട് റിഗാർഡിങ് ദാറ്റ് ക്യാരക്ടർ. അതാരെന്ന് പറയുന്നില്ല, സ്പോയിലറാണ്. ഒരുപാട് ക്യാമിയോസ് ഈ പടത്തിലുണ്ട്, അതൊക്കെ സ്പോയിലേഴ്സാണ്. അപ്പോൾ അതൊന്നും തൽക്കാലം മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ ഈ സ്പോയിലേഴ്സ് ഇൻ ദ സെൻസ് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ പോലും ഐ ഡോണ്ട് വിഷ് ടു സ്പോയിൽ. അപ്പോൾ ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ്റെ ഒരു സ്ട്രോങ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ആക്ഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും നസ്രൻ വാസ് വെരി ഗുഡ്. കാരണം ആളുടെ ആക്ടിങ് ആണെങ്കിലും ആദ്യമായിട്ട് ഒരു ചന്തു സുരംകുമാറിൻ്റെ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ആളുടെ ഒരു ആക്ടിങ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് പറയാനുണ്ട്. മ്യൂസിക് വാസ് എക്സ്ട്രീംലി ഗുഡ്. അപ്പോൾ എന്താ പറയുക, പോസിറ്റീവ്സ് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. എല്ലാം കൊണ്ടും ഐ വുഡ് സേ യു വുഡ് ലൈക്ക് ദിസ് മൂവി. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല പെർഫോമൻസ് ആണെങ്കിലും നല്ല മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ യുണീക്നെസ് ആയാലും എല്ലാം കൊണ്ടും ഗോ ഫോർ എ വാച്ച്. ദിസ് എ ഹൈലി റെക്കമെൻഡഡ് ഫിലിം. ഐ റിയലി ലൈക്ക് ഇറ്റ്.